ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. മാർച്ച് 22, 40-ാം വെള്ളി. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന യേശു ക്രിസ്തു എന്ന വിഷയം സഭ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആത്മീക ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്ന സംഭവം ഉൽപ്പത്തിയിൽ തന്നെ കാണുന്നു. പിന്നീടുള്ള ചരിത്രത്തിലും വിവിധ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. അതിനാൽ പ്രലോഭനങ്ങൾ ഒഴിവാക്കപ്പെട്ട ജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല. പരീക്ഷകൾ ഇല്ലാത്ത അവസ്ഥയല്ല, അവയുടെ മേൽ വിജയം വരിക്കുന്നതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശ്യം. ദൈവ സൃഷ്ടിയിൽ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്നത് മനുഷ്യൻ മാത്രമാണ്. ചിന്തയും വിവേചനവും ബുദ്ധിയും അവന് നൽകിയിരിക്കുമ്പോൾ തെറ്റ് ശരികളെ മനസ്സിലാക്കി ജീവിതം അർത്ഥപൂർണമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണവും മാതൃകയും യേശുക്രിസ്തുവാണ്. പ്രലോഭനങ്ങളിൽ നിന്നും ഓടിയൊളിക്കാതെ യുദ്ധക്കളത്തിൽ പോരാടി വിജയ ശ്രീലാളിതനാകുന്ന യേശുവിനെയാണ് പ്രലോഭന ചരിത്രത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഒന്നാം പാഠഭാഗം യിരെമ്യാവ് 7, 3 മുതൽ 17 വരെ. ഇസ്രായേലിന്റെ അബദ്ധമായ ആത്മീക ജീവിതത്തിന് നേരെയുള്ള യിരെമ്യാവിന്റെ ശക്തമായ വാക്കുകൾ ഇവിടെ കാണുന്നു. മൂല്യങ്ങളെ തിരിച്ചറിയാതെയുള്ള അവരുടെ ആത്മീകതയെ പ്രവാചകൻ രൂക്ഷമായി വിമർശിക്കുന്നു. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും. ശരിയായ വിവേചനവും തെറ്റിനോട് പോരാടുന്നതുമാണ് യഥാർത്ഥ ആത്മീയതയെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇപ്രകാരം അർത്ഥവത്തായ ആത്മീയ ജീവിതം നയിക്കുവാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാം പാഠഭാഗം 1 പത്രോസ് 1, 13 മുതൽ 22 വരെ. അനുഗ്രഹീത ജീവിതത്തിനുള്ള വ്യക്തമായ മാർഗരേഖകൾ വിശുദ്ധ പത്രോസ് വേദഭാഗത്ത് നൽകുന്നു. മനുഷ്യകുലത്തിന് വീണ്ടെടുപ്പ് ലഭ്യമായത് ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല, ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വാക്യം 18, 19. ഇതാണ് ക്രൂശിൽ കൂടെ നേടിയ വിജയത്തിന്റെ ചരിത്രം. എല്ലാ പ്രലോഭനങ്ങളും യേശു ക്രൂശിൽ കീഴടക്കി. പ്രലോഭനങ്ങളുടെ മേലുള്ള വിജയഗാഥയാണ് കുരിശിൽ കാണുന്നത്. ശ്ലീഹാഭാഗം റോമർ 8, 35 മുതൽ 39 വരെ. ദൈവസ്നേഹത്തിന്റെ ആഴവും അർത്ഥവും അപ്പോസ്തോലൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സ്നേഹ വലയത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ യാതൊരു ശക്തിക്കും ആവില്ല. സ്വന്തം അനുഭവത്തിൽ നിന്നും വിശുദ്ധ പൗലോസ് സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വാക്യം 38, 39. ഈ ഉറപ്പാണ് പ്രലോഭനങ്ങളുടെ കൊടുങ്കാറ്റിൽ സംരക്ഷണ നൽകുന്നത്. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 4, 1 മുതൽ 13 വരെ. യേശുക്രിസ്തുവിന്റെ ഐഹിക കാലഘട്ടത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് കർത്താവ് നേരിട്ട പ്രലോഭനങ്ങൾ. പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ സംഭവത്തിന് സമവീക്ഷണ സുവിശേഷകർ നൽകുന്ന ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ശ്രദ്ധേയമാണ്. വിശുദ്ധ മർക്കോസ് ഏതാനും വാക്കുകളിൽ അത് സംഗ്രഹിക്കുന്നു. 3 രേഖകളിലും ചില വ്യത്യാസങ്ങൾ ദൃശ്യമാണ്, എങ്കിലും ഒരേ സന്ദേശമാണ് നൽകുന്നത്. 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും പശ്ചാത്തലത്തിൽ കാണാം. വേദപുസ്തക സംഖ്യാശാസ്ത്രത്തിൽ 40 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. തിരുവചനത്തിൽ അനേക സംഭവങ്ങൾ ഈ സംഖ്യയുമായി ബന്ധപ്പെടുത്തി ആലേഖനം ചെയ്യുന്നുണ്ട്. ധാർമ്മികമായി ലോകം അധപ്പതിച്ചപ്പോൾ
ദൈവശിക്ഷയായി 40 രാവും പകലും പെയ്ത മഴ സൃഷ്ടിച്ച പ്രളയ ചരിത്രമാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നു. പഴയ നിയമ ഇസ്രായേലിന്റെ ജനനായകനായി ധീരതയോടെ നയിച്ച മോശയുടെ ചരിത്രത്തിൽ 40കളുടെ ഒരു പരമ്പര കാണാം. 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്ന മോശ തുടർന്നുള്ള 40 വർഷങ്ങൾ മരുഭൂമിയിലും അവസാനത്തെ 40 വർഷങ്ങൾ ജനമധ്യയുള്ള ശുശ്രൂഷയിലും ആയിരുന്നു. 40 ദിവസം സീനായ് പർവ്വതത്തിൽ മോശ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി ചെലവഴിച്ചതിന് ശേഷം ദൈവം നൽകിയ പ്രമാണങ്ങളുമായി വരുന്ന സംഭവവും തുടർന്ന് പുതിയ ഉടമ്പടിയുമായി ഇസ്രായേലിന്റെ നായകനാകുന്ന ചരിത്രവും പുതിയ നിയമ ചിന്തയിൽ പ്രാധാന്യമുള്ളതാണ്. മോശയും യേശുവും തമ്മിലുള്ള സാമ്യം സുവിശേഷ രചയിതാക്കളുടെ എഴുത്തുകൾക്ക് പശ്ചാത്തലമായിരുന്നു എന്ന വസ്തുത നിഷേധിക്കാനാവില്ല. യേശു 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനു മുൻപായി കർത്താവ് അഭിമുഖീകരിച്ച പ്രലോഭനങ്ങൾ ലോകത്തിന് ഒരു പുതിയ വ്യതിക്രമം നൽകുവാൻ പര്യാപ്തമായിരുന്നു. പരാജയങ്ങൾ സംഭവിക്കാവുന്ന ജീവിത സാഹചര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. എന്നാൽ അവിടെ വിജയം സാധ്യമാണെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. ഈ പോരാട്ടത്തിൽ യേശു സ്വീകരിച്ച സമീപനങ്ങൾ ഏറ്റവും ശ്രദ്ധേയവും അനുകരണീയവുമാണ്. അവ നൽകുന്ന 2 പ്രധാന ചിന്തകൾ പങ്കിടുന്നു. ഒന്ന്, പരീക്ഷിക്കപ്പെടുന്ന യേശു. യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവൻ നേരിട്ട പ്രലോഭനങ്ങളുടെ ചരിത്രം സുവിശേഷകർ രേഖപ്പെടുത്തുന്നത്. 3 വ്യത്യസ്ത സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നു. മരുഭൂമി, ഒരു മലയുടെ മുകൾ ഭാഗം, യെരുശലേം ദേവാലയം. ജീവിതത്തിന്റെ വിവിധമായ അനുഭവങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. അവന് വിശന്നു എന്ന വാക്കുകളിൽ യേശുവിന്റെ മാനുഷിക ഭാവത്തിന്റെ പൂർണ്ണ രൂപമാണ് സുവിശേഷകർ അവതരിപ്പിക്കുന്നത്. പരീക്ഷന്റെ തന്ത്രങ്ങൾ മൂർച്ചയേറിയതും പരാജയപ്പെടുത്തുവാൻ പര്യാപ്തവുമായിരുന്നു. യേശുവിന് മുമ്പിൽ പിശാച് അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ രീതിശാസ്ത്രം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണം, അതിനെ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, ലഭിക്കുന്ന നേട്ടങ്ങൾ തുടങ്ങി ആകർഷകങ്ങളായ പ്രലോഭനങ്ങൾ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രഥമ ദൃഷ്ടിയ അവ നിഷ്കളങ്കമെന്നും ഉദാത്തമെന്നും തോന്നാം. അതോടൊപ്പം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ശക്തി പ്രകടനങ്ങൾ, ചില വിട്ടുവീഴ്ചകൾ ഇവയിൽ കൂടെ ജനസഞ്ചയത്തെ ആയാസരഹിതമായി തന്റെ അരികിൽ എത്തിക്കാമെന്ന ചിന്തയും യേശുവിന്റെ മുമ്പിൽ പിശാച് അവതരിപ്പിക്കുന്നു. എന്നാൽ അതിൽ മറഞ്ഞിരിക്കുന്ന അപകടവും ദൈവ വിരുദ്ധതയും യേശു ഭംഗിയായി തിരിച്ചറിഞ്ഞു. അവയുടെ മേൽ വിജയം വരിച്ചു. മാത്രമല്ല, ഈ ആലോചനകൾ സാത്താനിൽ നിന്നാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനാൽ അവയെ പൂർണ്ണമായി നിരാകരിച്ചു. ഒന്നാം ആദാം പരീക്ഷിക്കപ്പെട്ടത് മനോഹരമായ ഏദനിലായിരുന്നു, എന്നാൽ പരാജയപ്പെട്ടു. ഒടുവിലത്തെ ആദാം പ്രലോഭനങ്ങൾ നേരിട്ടത് മരുഭൂമിയിലാണ്, അവിടെ പൂർണ്ണമായി വിജയിച്ചു. ഇസ്രായേൽ മക്കൾ 40 വർഷത്തെ മരുയാത്രയിൽ വിവിധ പരീക്ഷകളിൽ പരാജിതരാകുന്നു. ഇപ്രകാരം തോൽവികളുടെ അനേകം ചരിത്രങ്ങൾ കാണുമ്പോൾ വിജയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന യേശുവിനെയാണ് തിരുവചനത്തിൽ ദർശിക്കുന്നത്. യേശുവിന്റെ വിജയഗാഥയിൽ ഉപവാസവും തീവ്രമായ പ്രാർത്ഥനാനുഭവവും ഉണ്ടായിരുന്നു. ഇത് നൽകുന്ന സന്ദേശം വിശ്വാസ ജീവിതത്തിന് വലിയ പ്രചോദനമാണ്. വൈകല്യങ്ങളെ തിരിച്ചറിയാനാകാത്ത പ്രലോഭനങ്ങൾ നമുക്കും ഉണ്ടാകാം. ഇരുളും വെളിച്ചവും അതിൻ്റെ വ്യത്യസ്തതയോടെ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വൈതരണി. സാത്താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് നിൽക്കുന്നു. അവന്റെ മുമ്പിൽ പ്രണമിക്കുന്ന മനുഷ്യൻ യാത്ര ചെയ്യുന്നത് തെറ്റുകളുടെ പാതയിൽ കൂടെയാണ്. എന്നാൽ വഴി മാറുവാൻ നമ്മെ സഹായിക്കുന്നത് പരീക്ഷണങ്ങളിൽ പതറാതെ വിജയിച്ച കർത്താവിന്റെ കൃപയാണ്. അവൻ നമ്മോടുകൂടെ ഉണ്ടെന്ന സത്യം നമുക്ക് ആശ്വാസമാണ്. എബ്രായ ലേഖനം പറയുന്നത്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായർ 4:15-16. പരീക്ഷകളിൽ യേശു നൽകുന്ന മറുപടികൾ അത്യുദാത്തവും എക്കാലവും ഏവർക്കും അനുകരണീയവുമാണ്. അവയെ നാം ഗൗരവമായ ചിന്തകൾക്കും ധ്യാനത്തിനും വിഷയമാക്കണം. അത് ഇപ്രകാരം സംഗ്രഹിക്കാം. വിശപ്പിന്റെ തൃപ്തിയേക്കാൾ ദൈവവചനം നൽകുന്ന അനുഗ്രഹമാണ് ആവശ്യം. ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും വിമോചിതരാകുവാൻ ദൈവവചനം എന്ന ഭക്ഷണം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ ചിന്തയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ലോകത്തിന്റെ പ്രതാപം എക്കാലവും മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു. രണ്ടാമത്തെ പരീക്ഷ ഇപ്രകാരമുള്ള പ്രതാപം നേടാനുള്ള എളുപ്പമാർഗം പറയുന്നതായിരുന്നു. ഒന്ന് തലകുനിച്ചാൽ സകലവും ലഭ്യമാകും. ഇതിലെ അപകടത്തെയും അധാർമികതയും യേശു വ്യക്തതയോടെ ചൂണ്ടിക്കാട്ടുന്നു. സിംഹാസനത്തിലേക്ക് കുറുക്കു വഴികളില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ദൈവമുമ്പിൽ സമ്പൂർണ്ണ വിധേയത്വവും ആരാധനയും അർപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്ന് തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു. മൂന്നാമത്തെ പരീക്ഷ അത്ഭുതങ്ങൾ പ്രകടമാക്കാനുള്ളതായിരുന്നു. യെരുശലേം ദേവാലയത്തിന്റെ അഗ്രഭാഗത്തു നിന്നും താഴേക്ക് ചാടുക. ഇതിനുള്ള സാധ്യതയും തിരുവചന വാക്യങ്ങളും പിൻബലമായി പറയുന്നു. ഇത് ദൈവീക ചിന്തയല്ല എന്ന് യേശു പൂർണ്ണമായി മനസ്സിലാക്കി. അതോടൊപ്പം ദൈവത്തെ പരീക്ഷിക്കുകയാണെന്നും സ്പഷ്ടമായി പറയുന്നു. അത്ഭുതങ്ങളുടെ പുകമറകൾ സൃഷ്ടിച്ച് ആത്മീകതയെ വിപണിയാക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് യേശു സ്വീകരിച്ച പ്രലോഭന ചരിത്രവും അവിടെ കർത്താവ് നേടിയ വിജയവും ഒരു തുറന്ന പാഠശാലയാണ്. ഈ സത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വിശ്വാസ സമൂഹം തയ്യാറാകണം. ശക്തനായ പരീക്ഷകനെ യേശു നേരിടുവന്നത് വചനമാകുന്ന വാൾ ഉപയോഗിച്ചാണ്. പ്രലോഭനങ്ങളിൽ യേശുവിന്റെ തിരുവചന ഉദ്ധരണികൾ ഇതിന് ഉദാഹരണമാണ്. ഈ വാക്കുകൾ കൊണ്ടുള്ള ഒരു യുദ്ധമല്ലായിരുന്നു, ദൈവിക സത്യങ്ങളുടെ വിശദമായ വ്യാഖ്യാനങ്ങളായിരുന്നു. ഈ സമീപനം നമുക്കും അനിവാര്യമാണ്. രണ്ടാമതായി, പരീക്ഷകളിൽ വിജയിക്കുകയും കർമ്മ നിരതനാകുകയും ചെയ്യുന്ന യേശു. പരീക്ഷകളിൽ വിജയം വരിച്ച യേശു അതിൽ സംതൃപ്തനായി കർമ്മരഹിതനാകാതെ കർമ്മ നിരതനാകുന്നു. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി നാട്ടിലൊക്കെയും പരന്നു. വാക്യം 14. സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ യേശു തയ്യാറാകുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലായിരുന്നു. യേശു വിതച്ച ആശയ വിപ്ലവത്തിന്റെ വിത്തുകൾ 30, 60, 100 മേനി വിളയുന്ന കാഴ്ച ലോകം കണ്ടു. അത് വലിയ പരിവർത്തനത്തിന് കാരണമായി. ജനഹൃദയങ്ങളിൽ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടു. തെറ്റായ ക്രമങ്ങളെ തിരുത്തി ആത്മീയതയ്ക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി. ദൈവരാജ്യ സങ്കല്പത്തിന് മാറ്റം വരുത്തിയതിനാൽ മത ചിന്തകളിൽ നവോത്ഥാനം ആരംഭിച്ചു. നവ സമൂഹം രൂപമെടുത്തു. വചനം ജഡം ധരിച്ചു എന്ന വാക്കുകൾ അർത്ഥപൂർണമായി. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും കൂടുതലായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന അനുഭവങ്ങളായി തീരണം. നാം പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മിൽ തന്നെ സംഗ്രഹിക്കരുത്. അത് നമ്മിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ആത്മപ്രവാഹമായി തീരണം. ദൈവദാനമായ ആത്മനിറവ് യേശുവിനെ പോലെ നമുക്കും ആവശ്യമാണ്. വിശുദ്ധ ലൂക്കോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന വിശേഷണം വളരെ സവിശേഷതയോടെയാണ് രേഖപ്പെടുത്തുന്നത്. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ലൂക്കോസ് 11:13. ഇത് പറയുന്നത് ഏവർക്കും നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വിജയകരമായി പ്രവർത്തിച്ചവരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ലൂക്കോസ് ഇത് പറയുന്നുണ്ട്. വിശുദ്ധ മറിയം, എലിസബത്ത്, സ്തേഫാനോസ്, പൗലോസ്, ബർന്നബാസ് എന്നിവർ വിശുദ്ധ ലൂക്കോസിന്റെ രചനയിൽ ഈ ദിവ്യാനുഭവങ്ങളുടെ ഉദാഹരണങ്ങളാണ്.
അവർ ആത്മനിറവിന്റെ ജ്വലിക്കുന്ന മാതൃകകളായി നിലകൊള്ളുന്നു. യേശു അഭിമുഖീകരിച്ച പ്രലോഭനങ്ങൾ നൽകുന്ന പാഠങ്ങൾ നിരവധിയാണ്. മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ സ്വാഭാവികമാണ്. ദൈവകൃപയോടെ മാത്രമേ അതിൽ വിജയിക്കാനാവൂ. പരീക്ഷകളിൽ പൂർണ്ണമായി വിജയിച്ച യേശു സഹായിയും ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനുമാണ്. ഈ രക്ഷകനെ അനുഗമിച്ച് ജീവിതം അനുഗ്രഹമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന യേശുക്രിസ്തു എന്ന ചിന്താവിഷയം പുതിയ ഉൾക്കാഴ്ചകൾക്ക് നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദൈവം ഇതിനാൽ നമ്മെ ധന്യമാക്കട്ടെ. ആമീൻ.